വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇതുപോലെ ചക്ക പാങ്ങാക്കിയിട്ട് നമ്മൾ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കുക്കറിലേക്ക് എടുത്തു വെക്കുക. അടിയിൽ കുറച്ച് ചക്കക്കുരു ഇട്ടിട്ട് മേലെ ആ ചക്കേൻ്റെ സംഭവം എടുത്ത് വെക്കുക. എന്നിട്ടാകുമ്പം ചിരകിയ തേങ്ങ, അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും, ഇതിൽ ഞാൻ പച്ചപ്പറങ്കിയാണ് ഇട്ടേ, പക്ഷേങ്കിൽ നല്ല കാന്താരി ഇട്ടിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. കറിവേപ്പില ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തതാണ്, നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. അതിന് ശേഷം അതെല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. വെള്ളം അധികമാവാനും പാടില്ല, വെള്ളം ഒട്ടും കുറയാനും പാടില്ല, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ കരിഞ്ഞു പോവേ. എന്നിട്ടാകുമ്പം പിന്നെ കുരുമുളക് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ നനച്ച് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ കുക്കർ അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിക്കുകയെന്ന് വേണ്ടേ. നല്ല സിമ്പിൾ സ്റ്റെപ്പാണ്, പക്ഷേങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. അതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടാകുമ്പം നമ്മളത് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ലാസ്റ്റ് വീഡിയോ എൻ്റേത് കരിഞ്ഞു പോയി. ബട്ട് സ്റ്റിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിനി. അത് പിന്നെ ഞാനിതിൽ കാണിച്ചിട്ട്